ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. അതിനകത്തൊക്കെ പിന്നെ വറ്റൽമുളക് ഇട്ടു, ഉലുവ ഇട്ടു, അതുപോലെ കടുകിട്ടു. ഓക്കെ, കടുക് പൊട്ടി വന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടു. ഓക്കെ, നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ്. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ്. ഞാൻ അതിനകത്തൊട്ടൊരു തൊണ്ടമുളക് കൂടെ അരിഞ്ഞിട്ടു. ഇനി തൊണ്ടമുളക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും നോക്കണ്ട, സാധാരണ പച്ചമുളക് കീറിയിട്ടാൽ മതി. ഓക്കെ, തൊണ്ടമുളക് ആകുമ്പോൾ അതിന് വേറൊരു ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ടാണ് തൊണ്ടൻ മുളക് ഞാൻ ഉപയോഗിച്ചത്. നമ്മൾ ഇവിടെ ട്രിവാൻഡ്രംകാരൊക്കെ കൂടുതൽ തൊണ്ടൻ മുളക് ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. ഓക്കെ, അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാടി വരണം. ഓക്കെ, വലിയ ഗോൾഡൻ കളർ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല, പക്ഷെ കുറച്ചൊന്ന് നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയി വരണം. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ ആണ്, ഞാനൊരു 3 പേർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ തക്കാളി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പുളിപ്പിൻ്റെ അളവ് കൂടും, അതുകൊണ്ട് എനിക്കൊരു ചെറിയ തക്കാളിയുടെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം, നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറന്നു പോകല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളിതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇതിൽ കമൻറ്റ് ഇടണം. ഓക്കെ, ഇത് ശരിയായിട്ട് നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് ഇതിന് കറക്റ്റ് 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അത് കൂടുതൽ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിലോ, അതല്ലെങ്കിൽ പിന്നെ സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റ് പച്ചക്കറികൾ കുറവാണ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഇതും അതുപോലെ രുചികരവുമായ നല്ലൊരു ഒഴിച്ചു കറിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് അതുപോലെ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇനി പിന്നെ ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് അരപ്പാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അരപ്പ് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരണം. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിടി തേങ്ങയും അതിൽ കുറച്ച് മുളക് പൊടി, നമുക്ക് ആ എരിവിന് ആവശ്യമുള്ള ഒരു മുളക് പൊടി ഞാനൊരു അര സ്പൂണോളം ഇട്ടിട്ട് 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെയ്തു. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അത് കുറച്ച് മിക്സിയിൽ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. പക്ഷേ എനിക്കത് കുറച്ച് കുറവായി തോന്നിയുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ആ സമയത്താണ് നമുക്ക് തക്കാളിയുടെ ടേസ്റ്റൊക്കെ ഈ ചാറിലോട്ട് ഇറങ്ങി കിട്ടുള്ളൂ. വെറുതെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ അങ്ങനെ പോരാ കേട്ടോ. ഞാൻ ചില സമയത്തെന്ന് പറഞ്ഞാൽ രാവിലത്തെ ചമ്മന്തി ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഈ അരപ്പിന് പകരം ഞാൻ ആ ചമ്മന്തി ഇട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചമ്മന്തിയിൽ ഇങ്ങനെ ഉള്ളിയൊന്നും അരയ്ക്കാറില്ല. ഞാൻ അരയ്ക്കുന്ന ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. അപ്പം ചമ്മന്തി ഇട്ട് കഴിഞ്ഞാലും മതി. ബാക്കി ഞാൻ ചില ദിവസം ഇങ്ങനെ രാവിലെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ കുറച്ച് ചമ്മന്തി ബാക്കി വരും. അപ്പോൾ അത് ചിലപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടി ബാക്കി ഒരുപാട് കാണുമില്ല, എന്നാൽ അത് കുറച്ച് കാണുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്കായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഈ ടൊമാറ്റോ ഇതിൽ കിടന്ന് നല്ലപോലെ വേവണം. ഓക്കെ, അങ്ങനെ വെന്ത് വരുന്ന സമയത്താണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് ചാലോട്ട് ഇറങ്ങി കിട്ടുള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ എന്ന് പറയാം. ഞാൻ ഇതിലൊന്ന് ഉപ്പ് നോക്കട്ടെ. ഓക്കെ, ഉപ്പൊക്കെ വളരെ കറക്റ്റാണ്. ഉപ്പ് എല്ലാം നല്ല കറക്റ്റാണ്. അപ്പോൾ ഇതിൽ വേറെ നമ്മൾ ഒരുപാട് മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ കുഞ്ഞു ചാനലാണ്, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഗ്യാസ് അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.